ദുആ ചെയ്യാൻ മടിയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ നമുക്ക് വല്ലാത്ത മടിയാ. നീ ദുആ ചെയ്യാതെ വരുമ്പോ ആരോടാ? നിന്റെ റബ്ബിനോടല്ലേ, ഈ പ്രപഞ്ചത്തിന്റെ അധിപനോടല്ലേ, ഈ പ്രപഞ്ചം അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിന്റെ മുന്നിൽ ദുആ ചെയ്യാൻ മടിക്കുന്നവനെ, ദുആ ചെയ്യാൻ മടി കാണിക്കുന്നവനെ അല്ലാഹു നിന്നെ വെറുപ്പാ, അല്ലാഹു നിന്നെ വെറുപ്പാ. ദുആ ചെയ്യാൻ എന്തിനാ നീ ഇത്ര മടി കാണിക്കുന്നത്? എടാ നിനക്ക് വേണ്ടിയല്ലേ മനസ്സാ, പെങ്ങളെ നിനക്ക് വേണ്ടിയല്ലേ, അല്ലാതെ അല്ലാഹുവിന് വേണ്ടിയല്ലല്ലോ. നിന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും സർവ്വതും പടച്ച റബ്ബിനോട് പറയാനുള്ളതല്ലേ. എന്റെ ദുആ ചെയ്യാൻ ഇത്ര മടിയെന്താ? ദുആ ചെയ്യാൻ ഇത്ര മടിയെന്താ? അല്ലാഹുവിനോട് ദുആ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആരാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തത്, ആരാണോ അല്ലാഹുവിനോട് ദുആ ചെയ്യാത്തത് അവൻ അല്ലാഹു വെറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ഓരോ ദിവസത്തിലും അല്ലാഹു ഇഷ്ടപ്പെടുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്നാണ്. എന്തേ സഹോദരാ നിങ്ങൾ ദുആ ചെയ്യാത്തതെന്തേ? അല്ലാഹുവിനോട് ദുആ ചെയ്യ്, അല്ലാഹുവിനോട് ദുആ ചെയ്യ്. അല്ലാഹ് നിന്റെ തൃപ്തി എനിക്ക് തരണേ അല്ലാഹ്, നിന്റെ തൃപ്തി എനിക്ക് തരണേ അല്ലാഹ്. റബ്ബിനോട് ദുആ ചെയ്യ്. നീ ദുആ ചെയ്താ കേൾക്കാൻ ആരുമില്ലെന്ന് കരുതുന്നവനെ, മടിക്കുന്ന മനുഷ്യ, റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആകാശ ലോകത്തുള്ള മലക്കുകളുണ്ടല്ലോ, അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, ആ മലക്കുകൾ ദുആ ചെയ്യുന്നവന്റെ ശബ്ദം അവർക്ക് നല്ല ഓർമ്മയാ. ഞാൻ എപ്പോഴും ദുആ ചെയ്താൽ എന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കുകൾക്ക് നല്ല പരിചയമാ. അവർക്കറിയാം ഇത് സിറാജിന്റെ ശബ്ദമാ. ഞാൻ എന്റെ വീടിനകത്തിരുന്ന് ഈ മസ്ജിദിനകത്തിരുന്ന് ഞാൻ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾ പറയുന്നു, നാഥാ സിറാജ് ദുആ ചെയ്യുന്നു അല്ലാഹ്. എന്റെ ശബ്ദം അല്ലാഹുവിന്റെ മലക്കിന് പരിചയമുണ്ട്. കാരണം ഞാൻ എപ്പോഴും ദുആ ചെയ്യാറുണ്ട്. എനിക്ക് മാത്രമുള്ളതല്ല, നിങ്ങൾ ആര് ദുആ ചെയ്താലും അല്ലാഹുവിന്റെ മലക്കുകൾക്ക് പോലും നിന്റെ ശബ്ദം പരിചയമാ. മുസമ്മിൽ ബാങ്ക് വിളിക്കുമ്പോ എല്ലാവർക്കും അറിയാം ബാങ്ക് വിളിക്കുന്നത് മുസമ്മിലാ. കാരണം മുസമ്മിലിന്റെ ശബ്ദം പരിചയമാ. സലീം ഉസ്താദാണെങ്കിൽ അറിയാ, വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ശബ്ദം മനുഷ്യന് പരിചയമുണ്ട്. ഞാൻ പ്രസംഗിക്കുന്നത് കേട്ടാൽ എന്റെ പ്രസംഗം കേൾക്കുന്നവർക്കറിയാം ഇത് പറയുന്നത് ഞാനാണ്, എന്റെ ശബ്ദമാണ്. നാട്ടുകാർക്ക് പോലും എന്റെ ശബ്ദമറിയാം. എങ്കിലും പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് കരങ്ങൾ ഉയർത്തിയിട്ട് രാവും പകലും നിസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്കും കൂട്ടായി ഞാനും നിങ്ങളും ദുആ ചെയ്താ മലക്കുകൾ പറയുന്നു ആമീൻ. മലക്കുകളല്ലേ ആമീൻ പറയുന്നത്? ആ മലക്കുകൾ പോലും നീ ദുആ ചെയ്യുന്നത് കേൾക്കുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹ് ദുആ സ്വീകരിക്കണേ അല്ലാഹ്. അവിടെ മലക്കുകൾ പോലും നിന്റെ ശബ്ദം പരിചയമാ. അതുകൊണ്ട് മറക്കരുത്. നാലാമത്തെ കാര്യം, ഒന്നാമത്തെ കാര്യം മത്സരിച്ചോ. ഏത് നന്മ പറഞ്ഞാലും ആരാകട്ടെ, താടിയുള്ളവനോ തഴമ്പുള്ളവനോ പ്രായമുള്ളവനോ ചെറുപ്പക്കാരനോ ആരുമാകട്ടെ, നന്മ പറഞ്ഞു കഴിഞ്ഞാൽ മത്സരമാ. ആദ്യം ചെയ്യണമെന്നുള്ള വാസിയാ. ആദ്യം എനിക്ക് ചെയ്യണം, എനിക്ക് സ്വർഗത്തിൽ പോകണം എന്നുള്ള ഒരു വാസി നമുക്കുണ്ടായ റബ്ബിന്റെ തൃപ്തി നമുക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത് ഖുർആൻ ഓതാനാണെങ്കിലും ദിക്ർ പറയാനാണെങ്കിലും നിസ്കരിക്കാനാണെങ്കിലും അല്ലാഹുവേ ഒരുപാട് നന്മകൾ ഈ വഅദിലൂടെ നിങ്ങൾ പഠിക്കുന്നല്ലോ. നിസ്കാരങ്ങളെ കുറിച്ച് പഠിച്ചല്ലോ, സൂറത്തുകളെ കുറിച്ച് പഠിച്ചല്ലോ, ദിക്റുകളെ കുറിച്ച്
കുറിച്ച് പഠിച്ചല്ലോ, സദഖയെ കുറിച്ച് പഠിച്ചല്ലോ. ഈ പറയുന്നത് പടച്ചവനെ എനിക്കും നിങ്ങൾക്കും അനുസരിക്കാനാ, അല്ലാതെ ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിക്കളയാനല്ല. ഇന്നലെ വരെ നിനക്ക് ഇൽമറിയില്ലായിരുന്നു, പല കാര്യങ്ങളും നിനക്കറിയില്ലായിരുന്നു. പക്ഷേ ഇന്ന് നീ പഠിച്ചവനല്ലേ, പഠിച്ചിട്ട് ചെയ്യാതിരുന്നാൽ, പഠിച്ചിട്ട് ചെയ്യാതിരുന്ന അതിന് വേറെ ശിക്ഷയാണ് മുസ്ലിമേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, ഒന്ന് നന്മ ചെയ്യാൻ മത്സരിക്ക്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, രണ്ട് നാട്ടുകാര് വെറുക്കുമോ വെറുക്കില്ലേ, നാട്ടുകാരുടെ വെറുപ്പ് നീ കളയ്, അല്ലാഹുവിന്റെ തൃപ്തി നീ നോക്ക്. റബ്ബിന്റെ തൃപ്തി നോക്കിയാൽ പടച്ച റബ്ബ് നിന്നെ തൃപ്തിപ്പെടുകയാ. നാട്ടുകാരെ റബ്ബ് നിന്റെ മുന്നിലെത്തിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ജനങ്ങൾ വെറുക്കുമെന്ന് കരുതി, കൂടെയുള്ളവരും കുടുംബക്കാരും വെറുക്കുമെന്ന് കരുതി ഏത് മോശമായ കാര്യമാണെങ്കിലും കൂടെ നിൽക്കല്ലേ, കൂടെ നിൽക്കല്ലേ. പടച്ചവനെ അല്ലാഹുവും നിന്നെ കൈയൊഴിയും, നിന്റെ കൂടെ നിന്നവരും നിന്നെ വെറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ മൂന്നാമത്തെ കാര്യം എന്താ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പറയണം അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുകയാ. നാലാമത്തെ കാര്യം എന്തേ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ ദുആ ചെയ്യ്. എപ്പോ ദുആ ചെയ്താലും അല്ലാഹുവോട് പറയണം, പടച്ചവനെ നിന്റെ തൃപ്തി എനിക്ക് വേണമല്ലാ, നിന്റെ പൊരുത്തം എനിക്ക് വേണമല്ലാ, നാട്ടുകാരെ എനിക്ക് കാര്യമില്ല അല്ലാ, ആരും എന്റെ കൂടെ വരില്ല അല്ലാ, ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലാ, മരണത്തിലും ഞാൻ ഒറ്റയ്ക്കാണല്ലാ, എന്റെ കൂടെ ഒരു മനുഷ്യനുമില്ല അല്ലാ. നിന്റെ തൃപ്തി ലഭിച്ചാ ഞാൻ സ്വർഗത്തിന്റെ അവകാശിയാ, എനിക്ക് നിന്റെ കാണാൻ കഴിയുമല്ലോ, ഞാൻ മുത്തുനബിയുടെ കൂടെ സ്വർഗത്തിലാണല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ ദുആ മറക്കല്ലേ, ദുആ മറക്കല്ലേ. അല്ലാഹുവിനോട് ദുആ ചെയ്യ്, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ 10 കാര്യങ്ങളിൽ അഞ്ചാമത്തെ കാര്യം എന്താ? എത്രണ്ണം പഠിച്ചു? ഒന്നാമത്തെ കാര്യം എന്താ? സലാത്ത് പറ. സല്ലല്ലാഹു اللهم صل على محمد. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം, 2 തെങ്ങിന്റെ മുകളിൽ കയറാം അല്ലേ? ആരുടെയും വെറുപ്പ് നോക്കിയിട്ട് കാര്യമില്ല. അല്ലാഹ് വെറുക്കരുത്, ഉള്ളത് പറഞ്ഞേരെ രക്ഷപ്പെടും. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. 3 ആഹാരം കഴിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ശേഷം. ശരി. 4 എന്ത് ദുആ ചെയ്യണം? അല്ലാഹ് പൈസ തരണം പഠിച്ചവനെ, കച്ചവടം തരണം പഠിച്ചവനെ. ഇന്ന് ഞാനിങ്ങനെ വണ്ടി വന്നപ്പോ ശവപ്പെട്ടിക്കടയുടെ മുന്നിൽ ഒരാളിങ്ങനെ കാത്തിരിക്കുക. ഒരു ശവപ്പെട്ടിക്കടയുടെ ഫ്രണ്ടിൽ ഒരാളിങ്ങനെ ദുഃഖിതനായിരിക്കുക. പഠിച്ചവനെ ആരും തീരുന്നില്ലല്ലോ, അല്ലാഹ് പെട്ടികളൊക്കെ ചുമ്മാ ഇരിക്കില്ലേ. നരചിക്ക ആ മനുഷ്യന്റെ അവസ്ഥ നരചിക്ക. ഓൻ ആരെങ്കിലും മരിക്കാൻ വേണ്ടിയില്ല, അവനെങ്കിലും കച്ചവടം നടക്കത്തുള്ളൂ. എന്താ ഇല്ല എന്നാലോചിക്ക. സുബ്ഹാനല്ലാഹ്. ചിലരങ്ങനെ ആശുപത്രിക്കാരൊക്കെ എന്താ ചിന്തിക്കുന്നത്? വല്ല കൊറോണ പോലുള്ള വല്ല രോഗങ്ങളൊക്കെ വന്ന അവർക്ക് ജാഗ്രതയില്ലേ? വല്ല പടരുന്ന രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അല്ലേ നരച്ചിരിക്കുക. മരിച്ച മയ്യത്തിനെ പോലും ഓപ്പറേഷൻ ചെയ്തിട്ട് പൈസ വാങ്ങുന്ന ആൾക്കാരില്ല. മരിച്ചാലും വിടൂല, വെന്റിലേറ്ററിൽ ജീവനുണ്ട് കണ്ടോ, ജീവനുണ്ട് കണ്ടോ വിളിച്ചിരുത്തുന്ന. അല്ലാഹു അഅലം.
റബ്ബേ അല്ലാഹു കാക്കുമാറാകട്ടെ. ഖുർആൻ അതാ പറഞ്ഞത്, ബൽഹും അല്ലല്ലെന്ന്. മനുഷ്യൻ വിദ്യാഭ്യാസം ഉള്ളവനാ ഡോക്ടർ അല്ലേ? എത്ര വിദ്യാഭ്യാസമുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് അറിയുന്നവൻ, കിഡ്നിയും കരളും എല്ലാത്തിനെ കുറിച്ച് അറിയുന്നവനല്ലേ? അള്ളാന്റെ നിഅമത്ത്, അള്ളാഹു ചെയ്ത അനുഗ്രഹം മനസ്സിലാക്കിയവനാ ഡോക്ടർ. അവൻ അറിയാം കൊളസ്ട്രോള്, എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ്. അവനാ പഠിച്ചവനെ. ഒരു മനുഷ്യന്റെ ശരീരം കീറുമ്പോൾ അള്ളാഹു അതിനകത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിട്ട് നന്നാകേണ്ടതിന് പകരം മരിച്ച മയ്യത്തിനെ കീറിയിട്ട് പൈസ വാങ്ങും. മരിച്ചാൽ പോലും പറയും ജീവനുണ്ടെന്ന് പറഞ്ഞ് വെന്റിലേറ്ററിലിടും. കാരണം വെന്റിലേറ്റർ ഇട്ടാൽ പൈസ കൂടുതൽ കിട്ടും. മയ്യത്ത് വിടണമെങ്കിൽ ബില്ലടയ്ക്കണം. പ്രശ്വനെ കൊറോണ ഒക്കെ ആയത് കാരണം വെറുത്തൊരു 5 ലക്ഷമൊക്കെ അല്ലായിരുന്നു ബില്ല്. നാലിച്ചയ്ക്ക് അള്ളാഹു ആയാലും അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്തിൽ ഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അൽഹംദുലില്ലാ, ഞാൻ നിങ്ങളോടൊക്കെ പറയുന്നു, എല്ലാവരും പറയും ഉസ്താദേ കച്ചവടത്തിൽ വലിയ നഷ്ടം, കച്ചവടത്തിൽ വലിയ നഷ്ടമാ, വലിയ ബുദ്ധിമുട്ടാ, വലിയ പ്രയാസമാ അല്ലേ? സത്യത്തിൽ നമുക്ക് നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ്. കച്ചവടക്കാരൊക്കെ മനസ്സിലാക്കണം. അധികം പേരും പറയും ഉസ്താദേ കച്ചവടം വലിയ പ്രശ്നമാണ് ഉസ്താദ്. എന്തേ കാരണം എന്നറിയോ? നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാണ്. ഒരാൾ ചോദിക്കാം, ഞാനുണ്ട് കച്ചവടമൊക്കെ, നല്ല കച്ചവടമല്ലേ, മാസാമാസം ദിവസം എന്നാ കച്ചവടം എന്നറിയും, മാസമൊക്കെ 1 ലക്ഷം രൂപയ്ക്ക് വരുമാനം. ഒരു ദിവസം വൈകുന്നേരം കടയിൽ നിന്ന് പോകുമ്പോൾ ഇങ്ങനെ 25,000 ഇന്നലെ 50,000 പറയുക നാട്ടുകാരുടെ. സത്യത്തിൽ എങ്ങനെ പറയാൻ പാടുണ്ടോ? മനുഷ്യന്മാരെ പറയാൻ പാടുണ്ടോ? അജാഞ്ചി പറയാനുണ്ടോ? ഇന്നത്തെ കളക്ഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഇന്ന് ലാഭം 25,000 50,000 പറയാൻ പാടുണ്ടോ? ആരോടെങ്കിലും പാടുണ്ടോ? പാടില്ല. നീ എന്തിനാ പറഞ്ഞേ? നാട്ടുകാരാണെങ്കിലും കൂടപ്പുറപ്പുകളാണെങ്കിലും കുടുംബക്കാരനാണെങ്കിലും കൂട്ടുകാരനാണെങ്കിലും അല്ല നിനക്ക് തന്നത് നീ എന്തിനാ പറയണേ? ഭാര്യ എടുത്ത് 25,000 വാടി, അവള് പറയാ നല്ല കച്ചവടം, ഭർത്താവ് അൽഹംദുലില്ലാ 25,000 50,000 60,000 1 ലക്ഷം, എന്തിനാ പറയണേ? എടാ അതുകൊണ്ടല്ലേ അറബികളോട് ചോദിക്കണം എങ്ങനെയുണ്ട്, അൽഹംദുലില്ലാ. അവരെന്തിനും അതേ പറയുള്ളൂ, ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും. എടാ കടയിൽ കച്ചവടം ഉണ്ടോ? നീ ഉണ്ടെന്നല്ല പറയേണ്ടത്, അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതിക്ക്. അല്ലാതെ എനിക്ക് 50,000 ഉണ്ടെന്ന് നീ എന്തിനാ പറയണേ? അതുകൊണ്ടാ ഇപ്പൊ 5,000 ഒതുങ്ങി. 50,000 5,000 വക എന്തിനാ നീ പറയണേ? നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം നിനക്കില്ലല്ലോ. അള്ളാഹിനെ ബോധിപ്പിച്ചാ പോരെ, നന്ദി കാണിച്ചാ പോരെ. നമ്മുടെ നാശത്തിന്റെ കാരണം നമ്മൾ തന്നെയാ. നമ്മുടെ ഈ നാവ് കൊണ്ടിട്ട് പബ്ലിസിറ്റി, ഏതെങ്കിലും ഒരുത്തൻ അപ്പൊ കച്ചവടമൊക്കെ ഉണ്ടല്ലേ, ഇവനൊക്കെ എന്തോ ആടാ ഇല്ലേ, കഴിഞ്ഞില്ലല്ല, ഇപ്പൊ ഇങ്ങനെ ഈച്ചയടിച്ചിരിക്കാ, വാ 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 വീടും ഇന്ന് ഹോട്ടലിന്റെ മുന്നിൽ നിർത്തിയിരിക്കുക, വാ വിളിക്കാൻ. എന്താ ഹോട്ടലുകാർ? എടാ എല്ലാവർക്കും അറിയില്ലേ? എല്ലാവർക്കും അറിയാം ഹോട്ടൽ ഇത് ചോറുണ്ടെന്ന സ്ഥലമാണെന്ന് അറിയാത്ത ഏതെങ്കിലും മനുഷ്യനുണ്ടോ? ഉണ്ടോ? പിന്നെന്തിനാ ഒരുത്തം വെളിയിൽ നിൽക്കണ? വിളിക്കുക, ഇവൻ വിളിക്കണണ്ടാ വിചാരിക്കും ഫ്രീ ആയിട്ട് കൊടുക്കാന്ന്. വാ വാ സാധു. എന്തുകൊണ്ട് ചില കടകളിലെ ഫുഡുകൾ കഴിക്കാൻ ജനങ്ങൾ ആ കടകൾ തെരഞ്ഞു പോകും. ചെറിയ കടയായിരിക്കും, പക്ഷേ ആ കടയിൽ പോകും. എന്തുകൊണ്ട്? ആ കടയിൽ നിൽക്കുന്ന മുതലാളി ആ നല്ല മനുഷ്യനായിരിക്കും, സ്വഭാവം നല്ലതാ, ആത്മാർത്ഥ നല്ലതാ, മായം കലക്കാതെ ആഹാരം കൊടുക്കുമ്പോ തേടിപ്പോകും. ഇവരൊക്കെ ചോറുണ്ണാൻ ചില മഹാന്മാര് ആലപ്പുഴ പോകും, കോട്ടയത്ത് പോകും, ഓടുന്നില്ലേ? എന്തിനാ? ഒരു ചോറുണ്ണാൻ. മീൻ കഴിക്കാൻ വേണ്ടി ആലപ്പുഴയ്ക്ക് പോകുന്നവരുണ്ട്. എവിടുന്ന്? ഈ പായിപ്പാട് മാർക്കറ്റിന്റെ മുന്നിൽ നിന്ന്. ചിന്തിച്ചു നോക്കിയേ, ഇവിടെ വന്നിട്ടാ മീൻ എല്ലായിടത്തോട്ടും പോണേ. ഈ മാർക്കറ്റിലാണ് മംഗലാപുരത്ത് നിന്നും എവിടെന്നെല്ലാം മീൻ കൊണ്ടുവന്ന് ഇവിടെ തട്ടിയിട്ടാണ് എല്ലാവർക്കും കൊടുക്കണേ. എന്നാ പായിപ്പാടുകാരൻ മീൻ തിന്നാൻ എവിടെ പോകുന്നു? ചേർത്തലേ പോകുന്നു അല്ലേ വെമ്പറ? എവിടെ കടയിൽ? ഇവരൊക്കെ സ്ഥിരം പോണവരതുകൊണ്ടാ. നിങ്ങൾ അനുശിക്കുക. എന്തുകൊണ്ട്? നമ്മൾ കൊടുക്കുന്നത് മായം കലർക്കാതെ വൃത്തിയായിട്ട് വീട്ടിൽ വെക്കുന്ന പോലെ വെച്ചു കൊടുക്കുമ്പോൾ ആത്മാർത്ഥത ഉണ്ടാകുമ്പോൾ നമ്മളെ തേടി വരും. മായം കലക്കാൻ തുടങ്ങുമ്പോൾ അല്ലാഹു, നീ പൈസ 5 രൂപ കൂടുതൽ വാങ്ങിച്ചോ. ഞാൻ പറയുന്നതാ, കച്ചവടക്കാരോടൊക്കെ പറയുന്നത്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നിങ്ങൾ 5 രൂപ കൂടുതൽ വാങ്ങിച്ചോ, നല്ലത് കൊടു, വിഷം കൊടുക്കല്ലേ.
5 രൂപയോ 10 രൂപയോ നീ കൂടുതൽ വാങ്ങിയിട്ട് നല്ലത് കൊടുക്കുക. ഈ അടുത്ത് മികച്ചോടക്കാരൊക്കെ മനസ്സിലാക്കണം, ഈ അടുത്ത് ഫേസ്ബുക്കിലുണ്ട് ഒരു മനുഷ്യൻ കരയ, അദ്ദേഹത്തിന്റെ വീട്ടിൽ 2 പൂച്ചയുണ്ട്. പൂച്ചയ്ക്ക് 2 മീൻ വാങ്ങിച്ചു, മത്തി അയില എങ്ങാണ്ട് മേടിച്ചുകൊണ്ട് തിന്നാൻ കൊടുത്തു. അതിനുശേഷം പൂച്ച എഴുന്നേക്കണില്ല. ആ മനുഷ്യ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ചോദിച്ചു, എത്ര ഇതിനെന്താ കൊടുത്തേന്ന്. 2 മീൻ കൊടുത്ത. പടച്ചോനെ 2 ഇഞ്ചക്ഷൻ എടുത്ത് ഒരു ട്രിപ്പ് ഇട്ടിട്ട് എന്നിട്ടും അത് എഴുന്നേറ്റിട്ടില്ല. ഒരയില തിന്നതാ. നമ്മളോ ചിന്തിക്കണം. ഒരു മനുഷ്യനെ കഴിക്കുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ. നമ്മൾ കള്ളു കുടിക്കുന്നവനെ, സിഗരറ്റ് വലിക്കുന്നവനെ നമ്മളടിക്കണ എന്തെന്ന് ആലോചിക്കുക. അല്ലാഹുവേ, ഇതിലും അതാണ്. ഇതിനകത്തും ഇങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ചു മനുഷ്യനെ കൊല്ലുന്നൊരു വിഭാഗം എങ്ങനെ കഴിയുന്നു. അള്ളാഹു അവർക്കൊക്കെ ഈമാൻ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ കൊടുക്കുമാറാകട്ടെ. എന്തപ്പോ ഞാൻ പറഞ്ഞേ? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എന്ത് പറയണം? അൽഹംദുലില്ലാ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 5 ഇൻഷാ അല്ലാഹ് 10 മണിയായി, 11 മണിയായി. ഒന്നുകൂടെ പറഞ്ഞു പിരിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അസ്സിവാകു മത്ഹറത്തുൻ ലിൽ ഫമി മർളാത്തുൽ ലിർറബ്ബി. 5ാമത്തെ കാര്യം കഷ്ടപ്പാടുള്ള കാര്യമല്ല, നിസ്സാരമായ കാര്യമാണ്. അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ആരെങ്കിലും പല്ല് തേച്ചാൽ മിസ്വാക്ക് ചെയ്യൽ വായിക്ക് ശുദ്ധീകരണവും അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പല്ല് തേക്കുന്നത് നിന്റെ വായുടെ ശുദ്ധിയാ. നിന്റെ പല്ല് ശുദ്ധിയാക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എത്ര നിസ്സാരമായ കാര്യമാണ് മനുഷ്യ. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഴിഞ്ഞാൽ പടച്ചവനെ ദുആ ചെയ്ത് എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി പിന്നെ ചെയ്യുന്നത് പല്ല് തേക്കലല്ലേ, മിസ്വാക്ക് ചെയ്യലല്ലേ. എല്ലാവരും രാവിലെ പല്ല് തേക്കുന്നവരാ, തേക്കാത്തവരുമുണ്ട്. പക്ഷേ അധികം പേരും രാവിലെ പല്ല് തേക്കുന്നവരാണ്. എങ്കിലും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ദിവസം 5 നേരം ഉളുവെടുക്കുമല്ലോ, ഉളുവെടുക്കുമല്ലോ. ആ ഉളുവെടുക്കുന്ന സമയത്ത് മിസ്വാക്ക് ആരാണ് മിസ്വാക്ക് ചെയ്യുന്നത്? ആ മിസ്വാക്കിന്റെ അറാക്ക് കാണാനില്ലല്ലോ. പടച്ചവനെ, ഒന്ന് കൈകൊണ്ടെങ്കിലും അറാക്ക് നിന്റെ കയ്യിൽ വേണ്ട, കൈകൊണ്ടെങ്കിലും ഉളുവെടുക്കുന്ന സമയത്ത് എനിക്കും നിങ്ങൾക്കും ഒന്ന് പല്ല് തേക്കാൻ കഴിയുന്നോ മുസ്ലിമേ? നമുക്കത് നിസ്സാരമാ. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പല്ല് തേക്കും, പക്ഷേ ഉളുവെടുക്ക അല്ലാഹുവിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോ പല്ല് തേച്ചിട്ട് കടന്നു പോകുന്ന എത്ര പേരാ? രാവിലെ പല്ല് തേക്കും, പിന്നെ പല്ല് തേക്കണപ്പോഴാ തിന്നിട്ട് പല്ലിന്റെ ഇടയിൽ കേറിയത് കളയും അല്ലേ? എന്നാൽ നിസ്കരിക്കാൻ പള്ളിയിൽ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താ? നിസ്കരിക്കാൻ പോകുമ്പോ കഴിച്ചിട്ട് പോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ? വെടികൊണ്ടതുപോലെ ഇരിക്കാതെ പറ മനുഷ്യ. സവാള നിന്നിട്ട് പോവാവോ? എന്തേ? സവാള നിന്നിട്ട് നിസ്കരിക്കാൻ പാടില്ല പറഞ്ഞ് മിസ്വാക്കിരിക്കണം. പല്ല് തേക്കാറുണ്ടോ ഞാനും നിങ്ങളും? നമ്മളത് ചെയ്യാറില്ല. അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള കാര്യമാ നമുക്ക് മിസ്വാക്ക്. അറാക്ക് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? അവല്ല അറബികളും വരണം. അറബികളൊക്കെ ഇങ്ങനെ പോക്കറ്റ് ഇട്ടുകൊണ്ട് നടക്കവര് എപ്പോഴും തേക്കും, പള്ളിയിലാണെങ്കിലും എപ്പോഴും. നമ്മളോ? അറാക്ക് എന്ന് പറയുന്ന സാധനം കിട്ടാനുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, സുന്നത്തല്ലേ? അറാക്ക് കൊണ്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തല്ലേ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രം നിങ്ങൾ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ
പ്രവാചകൻ റബീഉൽ അവ്വൽ 12 വഫാത്തിന്റെ വേളയിൽ റസൂലുള്ളാഹി തങ്ങൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ മരണവേളയിലാണ്. റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മലക്കുകളുടെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നെഞ്ചത്തിങ്ങനെ ചാരിക്കിടക്കുകയാ. ആ സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ വാതിലില് അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട സഹോദരനായ അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാണ്. ആ സമയത്ത് അല്ലാഹുവേ മുത്തുനബിയുടെ കൈ ചലിക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയും നനങ്ങുകയാണ്. ആയിഷ ബീവിയുടെ മുഖത്തേക്ക് റസൂലുള്ള നോക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കിയത് എന്തിനെന്നറിയുമോ? അബ്ദുല്ലാഹിയുടെ കയ്യിൽ ഒരു മിസ്വാക്ക് ഇരിക്കുകയാണ്. പല്ല് തേക്കുന്ന മിസ്വാക്ക് അബ്ദുള്ളയുടെ കയ്യിലിരിക്കുകയാ. ആയിഷ ബീവിക്ക് മനസ്സിലായി റസൂലുള്ളാഹി തങ്ങൾക്ക് പല്ല് തേക്കണമെന്ന്, അവിടുന്ന് മിസ്വാക്ക് ചെയ്യണമെന്ന് ആയിഷ ബീവിക്ക് മനസ്സിലായി. ആയിഷ ബീവി റളിയല്ലാഹു തആല തന്റെ കൂടപ്പിറപ്പിന് അടുത്തേക്ക് വിളിച്ചു. കയ്യിലിരിക്കുന്ന മിസ്വാക്ക് വാങ്ങിയിട്ട് ലോകത്തിന്റെ നേതാവിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പൊങ്ങുന്നില്ല. റസൂലുള്ളാഹിക്ക് സ്വന്തമായി മിസ്വാക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല എന്തേ ചെയ്തതെന്നറിയുമോ? മിസ്വാക്ക് എടുക്കുകയാ, തന്റെ വായിൽ പല്ലിലേക്ക് വെക്കുകയാണ്, എന്നിട്ട് ചവയ്ക്കുകയാണ്. തന്റെ പല്ലുകൊണ്ട് കടിച്ച് ചവയ്ക്കുകയാണ്, എന്നിട്ടത് മൃദുലമാക്കി. എന്നിട്ട് അല്ലാഹുവേ മുത്തുനബിയെ നെഞ്ചത്തിലേക്ക് ചേർത്ത് കിടത്തിയിട്ട് ഉമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ പല്ല് തേച്ചു കൊടുക്കുന്നത് പോലെ ആയിഷ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുകയാ. റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ പല്ല് തേച്ചു കൊടുക്കുമ്പോ റസൂലുള്ള ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, റസൂലുള്ള വെളിയിലേക്ക് തുപ്പിയില്ല. ആയിഷ ബീവിയുടെ പല്ലുകൊണ്ട് കടിച്ചിട്ട് ഉമ്മനീരോടെയാണ് കൊടുത്തത്. റസൂലുള്ള പല്ല് തേച്ചിട്ടത് തുപ്പിയില്ല, കുടിച്ചെങ്ങിറക്കുകയാ. അല്ലാഹുവേ, മിസ്വാക്ക് ചെയ്തിട്ടല്ലേ പോയത്? അതാ സഹോദര, മിസ്വാക്ക് നിസാരമല്ല. പണ്ടൊക്കെ പടച്ചവനെ പൈപ്പിന്റെ ചുവട്ടിലും ഹൗദിന്റെ കരയിലും മിസ്വാക്ക് അറാക്കിന്റെ കമ്പുകൾ കാണാമായിരുന്നു. ഇന്നൊരു പള്ളിയിലുമില്ല, ഒരാളുടെ കയ്യിലുമില്ല. അല്ലെങ്കിൽ ആരുടെ വീട്ടിലാവുള്ളത്? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ വീടിന്റെ അകത്തുണ്ടോ? ആരുടെയെങ്കിലും കയ്യിലുണ്ടോ? റസൂലുള്ളാഹിയുടെ സുന്നത്തല്ലേ ഉപ്പാ, മുത്തുനബിയുടെ സുന്നത്തല്ലേ. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, ഞാൻ നിങ്ങളോട് പറയുകയാണ്, മിസ്വാക്കില്ലെങ്കിലും അറാക്കില്ലെങ്കിലും ഉളുവെടുക്കുന്ന സമയത്തെങ്കിലും നിങ്ങളുടെ കൈകൾ കൊണ്ട് നിങ്ങളുടെ പല്ലൊന്ന് തേച്ച് വൃത്തിയാക്ക്. നിന്റെ പല്ലും നിന്റെ വായും വൃത്തിയാകുന്നത് മാത്രമല്ല, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ ഇത് നിസ്സാരമായി തള്ളരുത്, ഇത് നിസ്സാരമായി തള്ളിക്കളയരുത്. എന്റെ പ്രിയപ്പെട്ടവര്, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഒരു വലിയ സുന്നത്തായിട്ട് പഠിപ്പിച്ചു തന്ന കാര്യമാ. അതുകൊണ്ട് പടച്ച റബ്ബിന്റെ തൃപ്തി കിട്ടാനുള്ള 5ാമത്തെ വഴി എന്തെന്നറിയുമോ? ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാ, അസ്സിവാകു മത്ഹറത്തുൽ ഫമി മർളാത്തുൽ ലിറബ്ബി. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴിയാ. അല്ലാഹുവേ, നിന്റെ തൃപ്തി ലഭിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നിന്റെ തൃപ്തിയില്ലാതെ ഞങ്ങൾക്ക് രക്ഷയില്ല. ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ കഴിയില്ല. ഈ ലോകത്തുള്ള സർവ്വരുടെ തൃപ്തി കിട്ടിയാൽ റബ്ബേ, നീ
ഞങ്ങളെ കൈവിട്ടാൽ ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല അല്ലാ. നിന്നെ കാണണം പടച്ചവനെ, നിന്നെ കാണണം പടച്ചവനെ, നിന്നെ കണ്ടുകൊണ്ട് സന്തോഷിക്കണമല്ലാ. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. اللهم انزله المقعد المقرب عندك يوم القيامة. اللهم احسن عاقبتنا في الأمور كلها واجرنا من خزي الدنيا وعذاب الآخرة. അർഹംറഹീമായ കരുണക്കടലായ മലിക്കുൽ ജബ്ബാറായ ദയാലുവായ അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടല്ല നീ കബൂലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമെല്ലാം ഒരു സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റുകളോ ന്യൂനതകളോ വന്നുപോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ റബ്ബേ നീ പുറത്തു മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് റഹ്മാനെ. അല്ലാഹുവേ, ചെയ്തു പോയ പാപങ്ങളുടെ കണക്ക് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഗഫൂറായ അല്ലാഹ്, റഹീമായ അല്ലാഹ്, നീ ഞങ്ങളോട് കരുണ കാണിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ റഹ്മാനെ. ഇവിടെ നിന്നിറങ്ങി പോകുമ്പോൾ എല്ലാ പാപങ്ങളും പുറത്തവരായ രീതിയിൽ നീ ഞങ്ങളെ യാത്രയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പലരും ഖബറിൻ്റെ അകത്താണ് തമ്പുരാനെ. അവരുടെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല നാഥാ. നീ അവർക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരുടെ ഖബറ് വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ കവാടം തുറന്നു കൊടുക്കണേ അല്ലാഹ്. സ്വർഗത്തിൻ്റെ വിരിപ്പ് വിരിച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. അവരുടെ പൊരുത്തം നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ പലരും രോഗികളാണ് റഹ്മാനെ. രോഗം തരുന്നവൻ നീയാണല്ലോ റബ്ബേ. അത് മാറ്റാൻ നിനക്ക് മരുന്ന് വേണ്ടല്ലോ റബ്ബേ. അറുത്തു മുറിക്കല്ലേ അല്ലാ, കഷ്ടപ്പെടുത്തല്ലേ അല്ലാ, വേദനിപ്പിക്കല്ലേ അല്ലാ, നരകിപ്പിക്കല്ലേ അല്ലാ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ തരല്ലേ അല്ലാ. എല്ലാവരും ഞങ്ങളെ നീ പടച്ചവനെ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. അല്ലാഹുവേ, എപ്പോ എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. ഒരു നല്ല മരണം കിട്ടാൻ ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ല തമ്പുരാനെ. ഒരു നല്ല മരണം തരണേ അല്ലാ. ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. 40 പേര് നല്ലതു പറയുന്ന മരണം നൽകണേ അല്ലാ. തൗബ ചെയ്തു മരിക്കാ ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നന്മ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളെ മരിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ റബ്ബേ. ഈ കഷ്ടപ്പെട്ട് വളർത്തിയിട്ട് നരകം വാങ്ങിത്തരുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ നീ സ്വാലിഹത്തുകളാക്കണേ റഹ്മാനെ. നമ്മുടെ വീടിൻ്റെ വിളക്കുകളാണ് തമ്പുരാനെ. നീ അവരെ നന്നാക്കണേ റഹ്മാനെ. അല്ലാഹുവിടെ ഒരുമിച്ചുകൂടി എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. ഒരാളെയും നീ മറക്കല്ല അല്ലാ. ഒരാളെയും നീ കൈവിടല്ലേ അല്ലാ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിനക്കറിയാമല്ലോ റബ്ബേ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ബർക്കത്ത് നൽകണേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ റബ്ബേ, ലൈവ് ചെയ്യുന്ന സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പ്രവാസികൾ വലിയ പ്രയാസത്തിലാണ് റബ്ബേ. നീ കൈവിടല്ലേ അല്ലാ. രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ റബ്ബേ, നാട്ടിൽ നിന്ന് തിരിച്ചു പോകാൻ കഴിയാത്ത ഒരുപാട് പാപങ്ങളുണ്ട് റഹ്മാനെ. വഴി
എളുപ്പത്തിലാക്കണേ തമ്പുരാനെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. പകുതിയിൽ കിടക്കുന്നവരുടെ വീടുപണി എളുപ്പത്തിലാക്കണേ അല്ലാ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടം മാറ്റണേ അല്ലാ. മക്കളില്ലാത്തവരോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഒരുപാട് കൊല്ലമായല്ലോ അല്ലാ. ഇനിയെങ്കിലും നീ അവരെ സന്തോഷിപ്പിക്കണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഈ ദുആയ കബൂലാക്കണേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഭാഗ്യം നൽകണേ തമ്പുരാനെ. മൊബൈലും കയ്യിൽ പിടിച്ചു മണിക്കൂറുകളായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പാവങ്ങളുണ്ട് റബ്ബേ. അല്ലാഹുവേ നീ അവരെ കൈവിടല്ലേ തമ്പുരാനെ. മരിക്കുന്നതിന് മുമ്പ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരുടെ അവസാന സമയം നന്നാക്കണേ അല്ലാ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഈ പള്ളിയുടെ പണിക്ക് വേണ്ടി ആരെല്ലാം സദക്ക നൽകിയിട്ടുണ്ടോ അവരെ നീ കൈവിടല്ലേ റബ്ബേ. മരിക്കുന്ന സമയത്ത് ഇതിന്റെ പ്രതിഫലം കാണിച്ചു കൊടുക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ഈ ദുആയ നീ സ്വീകരിക്കണേ തമ്പുരാന്. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, ദുർമരണങ്ങൾ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. റബ്ബേ ഈ വൈറസ് രോഗം ഞങ്ങൾക്കാർക്കും തരല്ലേ അല്ലാ. അല്ലാഹുവേ നിന്റെ കാവല് നൽകണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. രോഗികൾക്ക് ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ ഈ സാധുവായ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ ഖബറിലാണ്. മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ എൻ്റെ ഉമ്മ നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. മാടരോഗങ്ങളൊക്കെ നീ ശിഫയാക്കണേ റബ്ബേ. ഉമ്മയുടെ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. സഹോദരി ഭർത്താവിൻ്റെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. എൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. പടച്ചവനെ കുടുംബക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, സ്വർഗത്തിലും നീ ഞങ്ങളെ ജോഡികളാക്കണേ റഹ്മാനെ. സ്വാലിഹത്താക്കണേ അല്ലാ. ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. എൻ്റെ പൊന്നുമക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ സൽ സ്വഭാവികളുടെ കൂട്ടത്തിൽ പെടുത്തണേ റഹ്മാനെ. ഈ ശബ്ദം നിലനിർത്തണേ റബ്ബേ. ഒരുപാട് തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് റഹ്മാനെ. പുറത്തു തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. രോഗങ്ങളൊക്കെ നിനക്കറിയുമല്ലോ പടച്ചവനെ. ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. പടച്ചവനെ പള്ളിയുടെ പണി ഇങ്ങനെ എഴയുകയാണ് റബ്ബേ. സാമ്പത്തികമായി ഒന്നുമില്ലാതെ പ്രയാസത്തിലാണ് റബ്ബേ. ഇത് നീ ഒന്ന് എളുപ്പത്തിലാക്കണേ അല്ലാ. നീ ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് നിന്റെ പണി ചെയ്യിപ്പിക്കണേ അല്ലാ. നീ തെരഞ്ഞെടുക്കണേ അല്ലാ. നിർത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. പടച്ചവന് ഈ പള്ളിയുടെ ഖബർസ്ഥാനിൽ ഒരുപാട് പാവങ്ങൾ കിടക്കുന്നുണ്ട് റഹ്മാനെ. അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാ. മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു അവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ പടച്ചവനെ,
നഫീസ എന്ന് പറയുന്ന സഹോദരി ഉപ്പ മരണപ്പെട്ട ദിവസമാണെന്ന് തൃക്കരിപ്പൂരുകാരി റബ്ബേ ആ ഉപ്പയുടെ കബറിടം വിശാലമാക്കണേ തമ്പുരാനെ, സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ, മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാ. ഇത് അവസാന ദുആക്കല്ലേ റബ്ബേ, ഇത് അവസാന മജ്ലിസാക്കല്ലേ റബ്ബേ, ഇത് അവസാന രാത്രിയാക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാത്രി ഈ സദസ്സിൽ ദുആ ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ അല്ലാ, തൗബയാക്കണേ റബ്ബേ, തൗബയാക്കണേ നാഥാ. അല്ലാഹുവേ, വരുന്നവർക്ക് ചായ കൊടുക്കുന്ന കുടുംബം അവരെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ, സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുക്കണേ റഹ്മാനെ, സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാ. اللهم رب ارحمهما كما ربياني صغيرا. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. صلى الله على محمد. صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.